തുടരും വേഴ്സസ് കളങ്കാവൽ. ഇതൊരു ഫാൻ ഫൈറ്റിന് വേണ്ടി എടുത്തൊരു വീഡിയോ ഒന്നും അല്ല. ഇത് ഇപ്പോൾ കേരളത്തിൽ ഭയങ്കരമായിട്ട് ഒരു മമ്മൂട്ടി സിനിമ, മോഹൻലാൽ സിനിമ വന്നാൽ സോഷ്യൽ മീഡിയയിൽ, പണ്ട് അങ്ങനല്ലായിരുന്നല്ലോ, നമ്മൾ അല്ലാത്ത ചർച്ചകളിലായിരുന്നു പഠിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമന്റ്സ് ഇടുകയും വലിയ സംഭവങ്ങൾ, ഇത് മോഹൻലാലിന്റെ തുടരിന്റെ ഏഴയിലത്ത് വന്നിട്ടില്ല കളങ്കാവൽ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, രണ്ട് ചിത്രങ്ങളാണ്. തുടരും എന്ന് പറയുന്നത് എക്കാലത്തെയും മികച്ച എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള ഗംഭീര പാട്ടുകൾ, ഗംഭീര ഫൈറ്റുകൾ, ഗംഭീര ഡയലോഗ്, ഫാമിലിക്ക് ആസ്വദിക്കാൻ പറ്റുന്ന എല്ലാം, ഏതുതരം പ്രേക്ഷകനെ ഒരേപോലെ തൃപ്തിപ്പെടുത്തുന്ന സിനിമയാണ് തുടരും. വളരെ ഗംഭീര പടം, ഗംഭീര സിനിമാറ്റോഗ്രാഫി, എല്ലാം ഗംഭീരം, ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം. ഇതിനാണ് നമ്മുടെ മോഹൻലാലിനോടൊപ്പം തന്നെ, അതിനോടൊപ്പം കൂടുതലോ നിന്ന ഒരാളാണ് നമ്മുടെ ജോർജ് സാർ എന്ന് പറയുന്ന പ്രകാശ് വർമ്മ ഉൾപ്പെടെ. ഇനി തിരിച്ച് കളങ്കാവിലോട്ട് വന്നു കഴിഞ്ഞാൽ കൊച്ചുപടം, രണ്ടുപേര്, മമ്മൂട്ടി, വിനായകൻ, ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന നമ്മുടെ ജിതിൻ, എല്ലാവരും പുതുമുഖങ്ങളായിട്ടുള്ള വലിയ പ്രശസ്തരായിട്ടുള്ള വലിയ ആൾക്കാരൊന്നുമില്ല. മമ്മൂട്ടി കമ്പനിയുടെ ഒരു കൊച്ചുപടം, മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും ചെറിയ പടങ്ങളിലൊന്നാണ് കളങ്കാവൽ എന്ന് പറയുമ്പോൾ. അന്നേരം ഈ രണ്ട് പടങ്ങൾ കമ്പയർ ചെയ്യുമ്പം പലരും ചോദിക്കുന്നത് തുടരിന് കിട്ടിയ ഇനീഷ്യൽ പവർ അല്ലെങ്കിൽ ഇതിന് കിട്ടിയ ഇനീഷ്യൽ തമ്മിലുള്ള, അല്ലെങ്കിൽ ഇത് 100 കോടി ഇരുന്നു, തുടരുവിനെ നമ്മൾ വെട്ടിക്കുവോ? അങ്ങനെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. ഒരു എക്സാമ്പിൾ പറയാം. ഒരേ വർഷം ഇറങ്ങിയ സിനിമയാണ്, ഏകദേശം അടുപ്പിച്ചൊക്കെ ഇറങ്ങിയ സിനിമയാണെങ്കിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തന്മാത്രയും രാജമാണിക്കും. നമുക്കറിയാം തന്മാത്ര അതിഗംഭീര സിനിമ. എനിക്ക് മോഹൻലാലിൻ്റെ 10 സിനിമകൾ എടുക്കുമ്പം എനിക്ക് എക്കാലത്തും ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് തന്മാത്ര. കാരണം വേറൊന്നുമല്ല, ആ സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പം എനിക്കും അൽഷിമേഴ്സ് ഉണ്ട് എന്ന്, അൽഷിമേഴ്സ് എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ച് പോലും അറിയുന്ന അന്നാണ് നമ്മൾ. അൽഷിമേഴ്സ് ഉണ്ട് എന്ന് നമുക്ക് ആ സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ അത് മോഹൻലാൽ എന്ന കഥാപാത്രത്തിന്റെ അതുല്യ പ്രതിഭ ചെയ്ത കഥാപാത്രത്തിന്റെ ഗംഭീര മുഹൂർത്തങ്ങളാണ്. ആ സിനിമയുടെ കളക്ഷൻ അല്ല, അതിൻ്റെ ചിലപ്പോൾ 100 ഇരട്ടി അല്ലെങ്കിൽ 10 ഇരട്ടി 20 ഇരട്ടി കളക്ഷൻ നേടി കാണും രാജമാണിക്ക്. എന്തുകൊണ്ടാണ്? അത് എല്ലാ രീതിയിലും എന്റർടൈൻമെന്റ് ഉണ്ട്, അതിനകത്ത് പാട്ടുണ്ട്, ആക്ഷൻ ഉണ്ട്, ഡയലോഗുണ്ട്, തിരുവനന്തപുരം സ്ലാങ് ഉണ്ട്, എല്ലാം കൊണ്ട് പിടിച്ചു. അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് തന്നെയാണ് തുടരും എമ്പുരാനും തമ്മിലും കളങ്കാവലും തമ്മിൽ, അല്ലെങ്കിൽ ഭ്രമയുഗം അല്ലെങ്കിൽ വേറൊരു സിനിമ ലൂസിഫറുമായിട്ട് കമ്പയർ ചെയ്യുന്നൊന്നും ഒരിക്കലും കമ്പാരിസൺ ആയിട്ട് വെക്കരുത്. ഒരേപോലുള്ള സിനിമ, ഇപ്പോൾ മോഹൻലാൽ ഭ്രമയുഗം പോലെ, ഇപ്പം ഭ്രമരം ചെയ്യുന്നു, മമ്മൂട്ടി കളങ്കാവലോ അല്ലെങ്കിൽ ഭ്രമയുഗം ചെയ്യുന്നു, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഒരു കമ്പാരിസന്റെ ലെവൽ വരുന്നത്. ഇതേ രണ്ടുപേരും ഒരേ ടൈപ്പ് പടം, ഒരിക്കൽ പോലും എനിക്ക് തോന്നിയിട്ടില്ല മോഹൻലാലിന്റെ സെലക്ഷനിൽ പോലും ഒരു ഭ്രമയുഗമോ, നൻപൽ നേരത്ത് മയക്കോ, പുഴുവോ, റോഷാക്കോ, കളങ്കാവലോ ഒന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പ്രത്യേകം മോഹൻലാൽ ഓഡിയൻസിന് വേണ്ടി മാത്രം മാസ് എന്റർടൈൻമെന്റ് ചെയ്യുന്ന ഒരു നടനുമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് നാളിന് ശേഷം. നല്ല സിനിമകൾ അദ്ദേഹം അഭിനേതാവ് എന്നുള്ള രീതിയിൽ ഗംഭീര സിനിമകൾ ചെയ്യട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള കോൺട്രവേഴ്സികളിലൊന്നും പോകാതിരിക്കുക, അവരവർക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ ചെയ്യട്ടെ. അവരൊക്കെ എക്കാലത്തെയും മികച്ച ലോകോത്തര നടന്മാരാണ്. അവർ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളില്ല, അവർക്ക് തമ്മിൽ യാതൊരുമില്ല. ഫാൻ ഫൈറ്റുകളും ബാക്കിയുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ മോശമായിട്ടുള്ള കമൻറ്റുകൾ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും, ഇവരിനി എന്ത് പ്രൂവ് ചെയ്യാനാട്ടെ? അവർ രണ്ടുപേരും പ്രൂവ് ചെയ്തിട്ടുണ്ട് ലോകോത്തര നടന്മാരാണ്. നമ്മുടെ അഭിമാനമാണ് മമ്മൂട്ടിയും മോഹൻലാലും. കാരണം അവർക്ക് ഇനിയുള്ള പ്രായം അവരുടെ ഇഷ്ടമുള്ള കഥാപാത്രങ്ങൾ അവരുടെ ഇഷ്ടപ്പെട്ട രീതികളിലേക്ക് അവർ പോട്ടെ. എന്തായാലും മമ്മൂട്ടിയും മോഹൻലാൽ ഇവിടെ തന്നെ നിൽക്കും. അവരവരുടെ റേഞ്ച് അനുസരിച്ച് അവർ മുന്നോട്ട് പോവുകയും ചെയ്യും. ഇതുപോലുള്ള തർക്കങ്ങൾ വീണ്ടും തുടരുകയും ചെയ്യും.